ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് പ്ലീറ്റിട്ട് കൊടുത്തൊരു ഫ്രോക്കാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് 8-9 വയസ്സായ കുട്ടികൾക്ക് ഉപയോഗിച്ചൊരു ഫ്രോക്കാണ്. അപ്പോൾ ഈ ഒരു തുണി കൊണ്ടാണ് ഞാൻ ഫ്രോക്ക് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പീസിൻ്റെ ഒരറ്റമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 4 ലെയർ ഉണ്ട് ഇതിലിപ്പോൾ 2 മടക്കോട് കൂടി 2 ലെയർ ഉണ്ട്. അപ്പോൾ 4 ലെയർ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് യോക്ക് പാർട്ടാണ് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ യോക്ക് പാർട്ടിൻ്റെ ഇറക്കം പറഞ്ഞാൽ 12 ഇഞ്ചാണ്. 12 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടി കൊടുത്തിട്ട് 13 ഇഞ്ചിൽ എടുക്കുകയാണ്. ഇതാ ഞാനിത് 13 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ലൈൻ കണ്ടോ? തുണിയുടെ കളറും പിങ്കാണ്, ചോക്കിൻ്റെ കളറും പിങ്കാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്ക് തെളിഞ്ഞ് കാണുന്നില്ല കേട്ടോ. ഇനി ഈ ഭാഗം നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പീസിൻ്റെ താഴത്തെ ഭാഗത്ത് നിന്നും യോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് അളന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ യോക്കിൻ്റെ അളവെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്ക് നെക്ക് ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ചോട് കൊടുത്തിട്ട് പിന്നെ അതുപോലെ ഒരു വിഡ്ത്ത് വേണ്ടത് 2.5 ഇഞ്ചാണ്. ഇപ്പോൾ 2.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബോക്സ് ആക്കിയിട്ട് പിന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഷോൾഡർ വേണ്ടത് 5 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. 5 ഇഞ്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേ 5 ഇഞ്ച് തന്നെ ആമോളിലും കൊടുത്തിട്ടുണ്ട്. ആമോളിന് അതേ 5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെസ്റ്റ് വണ്ണം ഫുൾ റൗണ്ട് 24 ഇഞ്ചാണ്. അപ്പോൾ 24ന് 4ന് 1 പറയുമ്പോൾ 6 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 6 ഇഞ്ചിലേക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഞാൻ 7.5 ഇഞ്ചിൽ ഇതാ ഇവിടെ കറക്റ്റ് 7.5 ഇഞ്ചാണ്. കണ്ടോ, ഈ മടക്ക് കണ്ടോ? ഈ മടക്കിൻ്റെ ഇവിടെ നിന്നും ഇവിടേക്ക് 7.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇത്രയും ഭാഗം ഞാൻ ഇത് വേസ്റ്റ് ഭാഗമാണ്. അപ്പോൾ കറക്റ്റ് അളന്നെടുത്തിട്ടാണ് ഞാൻ അവിടെ മടക്കിയിട്ടുള്ളത്. അപ്പോൾ ചെസ്റ്റ് കറക്റ്റ് അളന്നിട്ട് ഇവിടെ 7.5 ഇഞ്ച് ഇട്ടതുകൊണ്ട് നമുക്ക് ഇവിടെയും വേസ്റ്റിൻ്റെ ഭാഗത്തും കിട്ടുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാത്രം നമുക്ക് അളന്നെടുത്താൽ മതി. അങ്ങനെ അളന്നെടുത്തിട്ട് ഇവിടെ 1/2 ഇഞ്ച് ഇങ്ങനെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാ ചെസ്റ്റിൽ നിന്നും വേസ്റ്റിലേക്ക് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തും കൊടുത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇത് നമുക്ക് നിവർത്തിയിടാം. നിവർത്തിയിട്ടപ്പോൾ ഇതുപോലെയാണുള്ളത്. അപ്പോൾ ഇത് പ്രിൻ്റെല്ലാം ഒരുപോലെയാണ് കേട്ടോ, ഇതിലുള്ള പ്രിൻ്റൊക്കെ. അപ്പോൾ നമുക്ക് ഏത് പീസ് വേണമെങ്കിലും ഫ്രണ്ട് പീസായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ മുകളിലുള്ള ഈ പീസാണ് ഞാൻ മാറ്റി വെക്കുന്നത്, ബാക്ക് പീസായിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ അടിയിലുള്ള പീസ് ഒരുപോലെ മടക്കിയിട്ട് കേട്ടോ. മടക്കിയിട്ടതിന് ശേഷം ഇതാ ഫ്രണ്ട് നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തും പറഞ്ഞാൽ 4.5 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2.5 ഇഞ്ച് വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് നെക്കിന് ഈ ഒരു ഷേപ്പാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് പോവാം. ഞാനിതാ ഫ്രണ്ടിനെ ലെഗ് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനു മുമ്പ് ഞാനിവിടെ ഇതാ യോക്കിൻ്റെ 2 പീസും എടുത്തിട്ട് യോക്കിൻ്റെ വേസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, വേസ്റ്റിൻ്റെ ഇവിടെ നമ്മൾ ബോഡിക്കായിട്ട് തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് 1.5 ഇഞ്ചാണല്ലോ. ആ 1.5 ഇഞ്ച് വിട്ടിട്ട് ഇതാ ഇവിടെ നിന്ന് ഇവിടം വരെ മാത്രം 1.5 ഇഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ വീഡിയോ ബിഗിന്നേഴ്സാണ് കാണുന്നതെങ്കിൽ അവർക്ക് ഈ ഇതിൻ്റെ
ഞാൻ ഈ ഫ്രോക്കിൻ്റെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ വീതി എടുക്കുമ്പോൾ നമ്മൾ പ്രില്ലിട്ടാണല്ലോ, അതായത് പ്ലീറ്റ്, ചിലർ പ്രില്ലും പറയും, ചിലർ പ്ലീറ്റും പറയും. അപ്പോൾ പ്ലീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഈ സ്കേർട്ട് ഇവിടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ യോക്കിൻ്റെ ഇരട്ടി വേണം തുണി എടുക്കാൻ. അപ്പോൾ ശരിക്കും കാണിച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ ഒരു പീസ് മടക്കി വെച്ചിട്ട്, ഇതിപ്പോൾ ഒരു പീസാണ്, ഫ്രണ്ട് പീസാണിത്, മടക്കി വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ഡബിൾ എടുക്കണമെന്നാണ് നമുക്ക് വീഡിയോയിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ട് മാത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ ബിഗിനേഴ്സിനാണെങ്കിൽ മനസ്സിലാവുകയില്ല. അപ്പോൾ ഈ 2 പീസും ഇവിടെ ജോയിൻ ചെയ്തിട്ട്, അതായത് ഇതുപോലെ ഒന്ന് ഇവിടുന്ന് ഇവിടം വരെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഈ 2 പീസ് ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഫുൾ റൗണ്ടാണ്. ഈ ഫുൾ റൗണ്ടിൻ്റെ ഡബിളാണ് പ്ലീറ്റ് ഇടാൻ വേണ്ടി സ്കേർട്ട് പാർട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിന് പെട്ടെന്ന് മനസ്സിലായിക്കോളും. അപ്പോൾ ഇത് ഒരു പീസ് മാത്രം വെച്ച് കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ അയച്ച് മാറ്റുന്നതാണ് ഈ സ്റ്റിച്ച്. കാരണം നമുക്കിവിടെ കയറൊക്കെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലേ ഞാനെന്തിനാണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നതെന്ന്. ഞാൻ ആദ്യം സ്റ്റിച്ച് ഇടട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് 1.5 ഇഞ്ച് വിട്ടിട്ട് തയ്യൽത്തുമ്പ് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ വീതി നോക്കാം. വേസ്റ്റിൻ്റെ ഇവിടുത്തെ വീതി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ വീതി കണ്ടോ, 25 ഇഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 1.5 ഇഞ്ച് ഇവിടെ പോയിട്ടുണ്ട്. തയ്യൽത്തുമ്പ് ഒരു ഭാഗത്തെ തയ്യൽത്തുമ്പ് മാത്രമാണ് ഇവിടെ പോയിട്ടുള്ളത്. അപ്പോൾ ഈ 25ൻ്റെ ഡബിളാണ് നമുക്ക് വീതി എടുക്കേണ്ടത്, അതായത് 50 ഇഞ്ച് വീതി എടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3 ലെയറായിട്ടാണ് ഞാൻ ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ മാത്രം സ്കേർട്ടിൻ്റെ ഇറക്കം മാത്രം 25 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 25 ഇഞ്ചിനെ നമ്മൾ കൂട്ടി തയ്ക്കുമ്പോഴൊക്കെ അരയിഞ്ചൊക്കെ പോകും. അപ്പോൾ അതും കൂട്ടിയിട്ട് നമുക്ക് തുണി എടുക്കണം. സ്കേർട്ട് പാർട്ടിൻ്റെ 3 ലെയറിൽ മുകളിലത്തെ ലെയറിൻ്റെ വീതിയാണ് ഇതിൻ്റെ ഡബിൾ എടുക്കേണ്ടത്. അതായത് ഇവിടെ നമുക്കിട്ട് 25 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ 50 ഇഞ്ചാണ് എടുക്കേണ്ടത്. ഞാനിത് സ്കേർട്ട് പാർട്ടിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 9+ ഇതാണ് 9 + 18 + 7 25 അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 9 7 അങ്ങനെയാണുള്ളത്. പക്ഷേ ഇവിടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊക്കെ ആവശ്യമാണല്ലോ. ഇത് ഏറ്റവും താഴത്തെ ലെയറിൽ വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തയ്യൽ തുമ്പ് കൂട്ടിയെടുത്തത് 1 ഇഞ്ച് ഏറ്റവും താഴെ മടക്കി അടിക്കാനായിട്ട് വേണം. പിന്നെ നമ്മൾ ഇത് കൂട്ടിയടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 1/2 ഇഞ്ചോളം ഇതുപോലെ മടക്കി തയ്ക്കും. അപ്പോൾ ഒരു 1/2 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് പോകും. പിന്നെ കൂട്ടിയടിക്കുമ്പോൾ 1/2 ഇഞ്ച് പോകും. അപ്പോൾ ഈ മുകളിലത്തെ ഈ ഭാഗത്ത് തന്നെ 1 ഇഞ്ചോളം പോകും. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് വേണം. അപ്പോൾ താഴെ മടക്കി തയ്ക്കാനായിട്ട് 1 ഇഞ്ച് വേണം. അപ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അപ്പോൾ 9 ഇഞ്ചിലേക്ക് 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് 11 ഇഞ്ചിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇറക്കം എടുത്തിട്ടുള്ളത്. തൊട്ട് മുമ്പിലത്തെ ലെയർ ഇതിലും 50 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ താഴത്തെ ലെയറിൽ കാണിച്ച പോലെ തന്നെ ഒരു 1/2 ഇഞ്ചോളം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കും. പിന്നെ 1/2 ഇഞ്ച് ഇവിടെ കൂട്ടിയടിക്കാൻ വേണം. അപ്പോൾ ഇവിടെ തന്നെ 1 ഇഞ്ച് വേണം. പിന്നെ ഇവിടെ ഈ 2 പീസ് ജോയിൻ ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകും. അപ്പോൾ ഈ പീസ് നമുക്ക് 1.5 ഇഞ്ചാണ് എക്സ്ട്രാ വേണ്ടത്. അപ്പോൾ ഇതിൽ 10.5 ഇഞ്ചിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഏറ്റവും മുകളിലത്തെ ലെയറാണിത്. അപ്പോൾ ഇതിൽ 7 ഇഞ്ചായിരുന്നു നമുക്ക് വേണ്ടത്. പക്ഷെ ഞാൻ ഇതിൽ നമ്മൾ തൊട്ട് നടുക്കത്തെ പീസിൽ കാണിച്ചില്ലേ 1.5 ഇഞ്ച്, അതുപോലെ തന്നെയാണ് ഇവിടെയും വേണ്ടത്. ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കാൻ വേണം. കൂട്ടിയിട്ടതിന് മുമ്പായിട്ട് ഒന്ന് മടക്കി തയ്ക്കും ഇതുപോലെ. പിന്നെ അതുപോലെ ഒന്ന് മുകളിൽ ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ച്, അപ്പോൾ 1 ഇഞ്ച്. പിന്നെ ഇവിടെ താഴെ
1 ഇഞ്ച് ഈ 2 പീസ് ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ 1.5 ഇഞ്ച് ഇതിലും വേണം. അപ്പോൾ 8.5 ഇഞ്ചിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഏറ്റവും താഴത്തെ ലെയറിൽ മാത്രമാണ് 2 ഇഞ്ച് എടുത്തിട്ടുള്ളത്. കാരണം 1 ഇഞ്ച് നമുക്കിവിടെ മടക്കി തയ്ക്കാൻ വേണ്ടി കേട്ടോ. ഏറ്റവും താഴെ മടക്കി തയ്ക്കാൻ വേണ്ടിയാണ് 1 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ തയ്ച്ച് കഴിയുമ്പോൾ ടോട്ടൽ 25 ഇഞ്ച് കിട്ടും. ഇനി ഇതിൻ്റെ വീതി പറയാം. അപ്പോൾ വീതി പറഞ്ഞാൽ ഞാൻ നേരത്തെ ആണെന്ന് കാണിച്ചല്ലോ, 25 ചെസ്റ്റിൻ്റെ വേസ്റ്റിൻ്റെ ഇവിടെ 25 ഇഞ്ച് അളന്ന് കാണിച്ചല്ലോ. അപ്പോൾ 25 ഇഞ്ചിൻ്റെ ഡബിളാണ് ഇവിടെ എടുക്കേണ്ടത്, 50 ഇഞ്ച്. അപ്പോൾ ഇതിൽ ഞാൻ 50 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡബിളാണ് നമുക്ക് അതിന് താഴത്തെ ലെയർ വേണ്ടത്. ഈ ലെയർ നമ്മൾ ഡബിൾ എടുക്കുന്നത് പ്ലീറ്റ് കൂട്ടിയിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പ്ലീറ്റ് ഇടാൻ വേണ്ടിയാണ് നമ്മൾ ഡബിൾ എടുക്കുന്നത്. അപ്പോൾ ഈ തുണി കിട്ടുന്ന ഡബിളാണ് ഏറ്റവും താഴത്തെ വീതി വേണ്ടത്. അപ്പോൾ ഇതിനെ കറക്റ്റ് ഡബിളായിട്ട് എടുക്കാനുള്ള തുണി ഇതിൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഇതിൽ 50 ഇഞ്ച് എടുത്തു. ഇതിൽ 50 ഇഞ്ചിലെ ഡബിളും പറയുമ്പോൾ 1 മീറ്ററാണല്ലോ കിട്ടുന്നത്. 100 ഇഞ്ചും പറയുമ്പോൾ 1 മീറ്ററായി. മോനൂട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഉമ്മ, ഒന്ന് ഇങ്ങോട്ട് പോയിക്കേ. എന്നിട്ട് ഇത് ഏറ്റവും അവസാനത്തെ ലെയറാണ്. അപ്പോൾ ഇതിൻ്റെ വീതം പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 മീറ്ററാണ്. അപ്പോൾ ഇതിൽ 1 മീറ്റർ ഉണ്ട്, ഇതിൽ 1.5 മീറ്റർ ഏറ്റവും താഴത്തെ ലെയറാണ്. പക്ഷേ ഇതിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരുപോലെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. തുണിയുടെ വീതി എല്ലാത്തിലേക്കും ഒരുപോലെയാണുള്ളത്. മോനൂട്ട് കത്തിരി എടുക്കല്ലേ ചക്കരല്ലേ അമ്മൻ്റെ ചക്കരയല്ലേ എടുക്കല്ലേ. നല്ല രസമുണ്ട്. ഇപ്പോൾ തുണീൻ്റെ മേലൊക്കെ എന്താ ഇത് പഞ്ഞക്കെറ്റമ്മ ഒരുപോലെ എടുത്തെന്ന് വെച്ചാൽ ഞാൻ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് 1 മീറ്റർ 50 ഇഞ്ച് ഇതിൽ ഇട്ടിട്ട് ഞാൻ ബാക്കി കട്ട് ചെയ്ത് കളയും. ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം പറഞ്ഞാൽ 50 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. അപ്പം ഇവിടെ 10 ഇഞ്ചുണ്ട്. പിന്നെ നമ്മൾ കൈക്കുഴി നേരത്തെ യോക്ക് പാർട്ടിലെടുത്തത് 5 ഇഞ്ചാണ്. അപ്പോൾ 5 ഇഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടുന്ന് 2.5 ഇഞ്ച് കുഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇവിടേക്കൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കൈൻ്റെ താഴത്തെ വണ്ണം 5.5 ഇഞ്ചാണ്. 4 ഇഞ്ചാണ് വേണ്ടത്. പക്ഷേ ഇവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പം കൂട്ടിയിട്ട് 5.5 ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. ഈ കൈ ഞാൻ തയ്ക്കുന്നത് വെൽ സ്ലീവ് ആയിട്ടാണ് തയ്ക്കുന്നത്. ഇനി ഞാൻ വെൽ സ്ലീവിന് വേണ്ടി 3.5 ഇഞ്ച് വീതിയുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം പറഞ്ഞാൽ നമ്മളിവിടെ കൈൻ്റെ താഴത്തെ വണ്ണം 4 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ 4ൻ്റെ ഡബിളാണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ 8 ഇഞ്ചാണ് വേണ്ടത്. 8 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ചോളം തയ്യൽ തുമ്പിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഞാനിത് ബാക്ക് പീസിനെ സെൻറ്ററിൽ നിന്നും താഴെ വരെ ഇതാ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സിബ് വെക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നെക്കാണ് തയ്ക്കാൻ പോകുന്നത്. ഞാൻ ഫ്രണ്ട് പീസിൽ നെക്കിലേക്ക് വെക്കാനായിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ 2ആയി മടക്കിയിടാം. ഇനി ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതിൻ്റെ കൈക്കുഴിയൊക്കെ കൊണ്ട് നെക്ക് പിന്നെ കൈക്കുഴിയൊക്കെ ഒരുപോലെ സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് ഈ പീസിൻ്റെ മുകളിലായിട്ട് വെക്കുക. നമ്മുടെ ഈ നെക്കിന് ലെങ്ത്ത് വരുന്നില്ലേ, അതിനേക്കാളും ഈ അടിയിലത്തെ പീസ് അതിനേക്കാളും ഒരുപാട് താഴെയുണ്ട്. പിന്നെ അതുപോലെ മുകളിലത്തെ ഭാഗം കണ്ടോ, ഇത് അടിയിലും ഒരുപാട് കൂടുതലുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് നെക്കിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇവിടുന്ന് ഒരു ലൈൻ ഇതുപോലെ നമുക്ക് കറക്റ്റ് വരച്ചെടുക്കാം. ഇത് കണ്ടോ, കറക്റ്റ് അളവിൽ ഞാൻ വരച്ച് കൊടുത്തിട്ട് പീസ് മാറ്റിയായി. ഇനി ഇവിടെ നിന്ന് ഇവിടേക്ക് 2 ഇഞ്ച് എടുത്തിട്ട് ഞാൻ ഒരാളെപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടം വരെ താഴം വരെ ഇവിടുന്ന് 2 ഇഞ്ച് ഇങ്ങനെ ഇവിടം വരെ പോയിട്ടുണ്ട്. എന്നിട്ട് ഇതിലൂടെ ഞാനൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ലൈനിലൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് കട്ട് ചെയ്തെടുത്തു. ഞാൻ
ഇനി ഇതിൻ്റെ സൈഡിൽ നിന്നും ഒരു 1/4 ഇഞ്ച് വീതം നമുക്ക് ഇങ്ങനെ മടക്കി തയ്ക്കാം. ഇതുപോലെ വെച്ചിട്ട് മടക്കി തയ്ക്കാം. ഇതാ 2 സൈഡും മടക്കിയടിച്ച് കണ്ടോ. 2 സൈഡല്ല, സോറി 3 സൈഡാണ്. 3 സൈഡും മടക്കിയടിച്ചു. ഈ പീസ് കറക്റ്റ് നെക്കിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് നമുക്ക് പീസിലേക്ക് അടിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്കിത് കത്രിക കൊണ്ട് ഓരോ ചെറിയ ഈ സ്റ്റിച്ചുണ്ടല്ലോ, ഈ സ്റ്റിച്ച് തട്ടാതെ ഓരോ ചെറിയ കട്ട് നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കാം. നെക്കിൻ്റെ ചുറ്റും ഓരോ മുറി കൊടുത്തു കേട്ടോ. ഈ കോർണർ എത്തുമ്പോൾ കണ്ടോ, കോർണറിൽ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടം വരെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പീസ് മോശത്തേക്ക് മറിച്ചിടാം. ഇനി ഞാൻ ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ബാക്ക് നെക്കിലേക്ക് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം ഈ ഒരു പീസിനെ ഇതിലൂടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഇവിടുന്ന് ഇവിടം വരെ അടയാളപ്പെടുത്തി കൊടുക്കാം. 1.5 ഇഞ്ച് വീതിയിൽ ഇവിടുന്ന് ഇവിടം വരെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ച് കൊടുത്ത ഈ പീസിൻ്റെ അടിയിലേക്ക് നമ്മൾ ക്രോസ് ചെയ്ത മറ്റേ പീസ് ഉണ്ടല്ലോ, അതും ഇതിൻ്റെ അടിയിലേക്ക് വെച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 പീസിൻ്റെ ആവശ്യമുണ്ട്. അതായപ്പോൾ 2 പീസ് ഒരുമിച്ച് വെച്ചോ കേട്ടോ. 2 പീസിൻ്റെ. ഇനി ഇത് നമുക്ക് ഈ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം 2 പീസും. പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ടിതാ ഞാനിതാ ഒരു 1.5 ഇഞ്ച് വീതിയുള്ള ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളം പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ഇവിടെ നിന്നും ഇവിടേക്കുള്ള ലെങ്ത്ത് ഉണ്ടല്ലോ, കായം വരെ ലെങ്ത്ത്, അതാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. ഇത് നല്ല വശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. നല്ല വശമാണ് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഒന്നര ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് ഇതാ തയ്ച്ചതിന് ശേഷം മോശത്തേക്ക് ഉൾഭാഗത്തേക്ക് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് പുറത്തേക്ക് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതുപോലെ 2 ഭാഗവും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കണം. പൈപ്പിംഗ് ചെയ്യാനായിട്ട് ഇത് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഈ തുമ്പ് കണ്ടില്ലേ, ഈ തുമ്പിൻ്റെ ഈ ഭാഗം ഇതുപോലെ ഞാൻ വെട്ടി കൊടുക്കുകയാണ്. ഇതുപോലെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ വെച്ചതിന് ശേഷം ഈ സൈഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോവാം. ഇതാ ഞാൻ 2 പീസിലും പൈപ്പിംഗ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഉൾഭാഗത്തേക്ക് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ തയ്ച്ചിട്ട് ഇവിടെ ലാസ്റ്റ് എൻഡിലെത്തുമ്പോൾ കണ്ടോ, നെക്കിൻ്റെ എൻഡിലെത്തുമ്പോൾ ഇതാ ഒരു 1/2 ഇഞ്ചോളം വിട്ടിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ പൈപ്പിംഗ് പീസ് ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് മടക്കി തയ്ക്കുമ്പോൾ ഇതാ ഒന്ന് കാണിച്ചത് ഇതുപോലെ മടക്കിയിട്ട് ഇത് ഇങ്ങനെ മടക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് കൊടുക്കാം. കണ്ടോ ഇതുപോലെ നെക്കിതാ പൈപ്പിംഗ് ചെയ്തടിച്ചു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സിബ് വെച്ച് കൊടുക്കാം. ഞാനിതാ സിബ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതാ ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവിലേക്ക് ഈ ഒരു ഭാഗം പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. 2 കയ്യിന് താഴെയും ഈ ഒരു പീസ് പ്ലീറ്റ് ഇട്ടിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി കൈ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. കൈ രണ്ടും ഞാൻ ജോയിൻ ചെയ്തെടുത്തു. പിന്നെ ഞാൻ ബോഡി ഒരു ഭാഗം ഞാൻ കൂട്ടിയടിച്ചു കേട്ടോ.
കൂട്ടി ഇതിന് മുമ്പായിട്ട് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് കയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മാത്രമാണ് ഞാൻ ജോയിൻ ചെയ്തെടുത്തത്. ഇനി ഞാൻ സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ്. സ്കേർട്ട് പാർട്ട് ഞാൻ 9 ഇഞ്ചിൻ്റെ 2 ലെയർ ഉണ്ടല്ലോ, ആ 2 ലെയറുകൾ തമ്മിലാണ് ജോയിൻ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം സ്കേർട്ട് പാർട്ടിൻ്റെ അടിയൊന്ന് മടക്കി തയ്ക്കണം. അടി 1 ഇഞ്ചിനാണല്ലോ മടക്കി തയ്ക്കുന്നത്, ആ 1 ഇഞ്ചിൽ ഞാൻ അവിടെ മടക്കി തയ്ച്ച് കൊടുക്കുകയാണ്. അതുപോലെ മുകളിൽ ഒരു 1/2 ഇഞ്ചും അതും മടക്കി തയ്ച്ച് കൊടുക്കുകയാണ്. മുകളിൽ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ഭാഗമാണ് കേട്ടോ ഇത്. ഞാൻ മുകളിൽ 1/2 ഇഞ്ചിലും താഴത്തെ ഭാഗം 1 ഇഞ്ചിലും മടക്കി തയ്ച്ചു. ഇനി ഇത് നമുക്ക് രണ്ടാമത്തെ ലെയർ ഉണ്ടല്ലോ, ഇത് 3ാമത്തെ ലെയറാണ്. രണ്ടാമത്തെ ലെയറിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതായത് രണ്ടാമത്തെ ലെയറാണ്. അപ്പോൾ രണ്ടാമത്തെ ലെയറിൻ്റെ താഴത്തെ ഭാഗമാണിത്. അപ്പോൾ ഈ താഴത്തെ ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വിട്ട് ഞാൻ മുകളിലേക്ക് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ തുണി ജോയിൻ ചെയ്ത് കൊടുക്കാറുള്ളത് ഈ തുണി നല്ല വശം കൂട്ടി വെച്ചാണ് ജോയിൻ ചെയ്ത് കൊടുക്കാറുള്ളത്. പക്ഷേ ഞാനിവിടെ കൂട്ടി വെച്ച് കൊടുക്കുന്നത് ഏറ്റവും താഴത്തെ ലെയറിൻ്റെ നമ്മൾ 1/2 ഇഞ്ച് മടക്കി ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം മുകളിലത്തെ ഈ ലെയറിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഞാനിത് പ്ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താഴത്തെ ഞാൻ ഇവിടെ വരച്ച് കൊടുത്ത ലൈൻ കണ്ടോ, ഈ ലൈനിൻ്റെ മുകളിൽ ഈ ലൈൻ നോക്കിയിട്ട് വേണം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകാൻ. ഈ ലൈനിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ അറ്റം ഇതുപോലെ വെച്ചിട്ട് പ്ലേറ്റ് ഇട്ടുകൊണ്ട് പോകാം. ഇവിടെ 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം പ്ലേറ്റ് ഇട്ടുകൊണ്ട് പോകാൻ. കൈ രണ്ടും ഞാൻ ജോയിൻ ചെയ്തെടുത്തു. പിന്നെ ഞാൻ ബോഡി ഒരു ഭാഗം ഞാൻ കൂട്ടിയടിച്ചു കേട്ടോ. കൂട്ടിയതിന് മുമ്പായിട്ട് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് കയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മാത്രമാണ് ഞാൻ ജോയിൻ ചെയ്തെടുത്തത്. പാട്ടിലേക്ക് സ്കേർട്ട് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഭാഗവും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം.